പ്രജിത, സംസ്ഥാന സർക്കാരിന്റെ കടബാധ്യതയുടെയൊക്കെ കുറെ രേഖകളൊക്കെ കുറെ ഡേറ്റാസ് ഇപ്പൊ പുറത്തു വന്നിട്ടുണ്ട്. അതൊക്കെ കണ്ടിട്ട് നമ്മൾ കണ്ണ് തള്ളി പോവാണ്. വല്ലാത്ത, അതായത് എമൗണ്ട് പറയുമ്പോഴത്തേക്ക് 42,809.73 കോടി. ഇത്രയും കടമാണ്, കടബാധ്യതയാണ് കേരളത്തിന് ഉള്ളത്. അപ്പോൾ ഇത് 2025 ജനുവരി 31 വരെയുള്ള കണക്കാണ്. അപ്പോൾ ഈ കണക്ക് വെച്ച് ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായിട്ട് 28,000 കോടിയോളം രൂപ പല രീതിയിൽ ധനമന്ത്രി KN ബാലഗോപാൽ കടമെടുത്തിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഇത് എങ്ങനെയാണ് ഇപ്പോൾ പാർട്ടി കോൺഗ്രസും സംഭവമൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ഇനിയിപ്പോൾ ജനത്തിനിപ്പോൾ പല കാര്യങ്ങളും ഇവർ ആശാ വർക്കർമാരുടെ വിഷയം തന്നെ എങ്ങും എത്തിയിട്ടില്ല സമരം. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന കുറേ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ കുറേ കുടിശ്ശികകൾ ഇവർക്ക് തീർക്കാനുണ്ട്. 3000 കോടി, അതായത് ഇങ്ങനെയാണ് പറയുന്നത്, ഈ പറയുന്ന രീതിയിൽ 2025 മാർച്ച് 31 വരെ സംസ്ഥാനത്തിന്റെ കടബാധ്യത 4.5 ലക്ഷം കോടിയായി ഉയർന്നു. 2025-26 സാമ്പത്തിക വർഷം 45,000 കോടി രൂപയാണ് കടമെടുക്കാൻ അനുമതിയുള്ളത്. മറ്റു രീതിയിലുള്ള കടമെടുപ്പ് കൂടിയാകുമ്പോൾ ഇത് 5 ലക്ഷം കോടി കടക്കും. 2016 ഉമ്മൻചാണ്ടി സർക്കാർ അധികാരത്തിൽ നിന്ന് ഇറങ്ങുമ്പോൾ കേരളത്തിന്റെ കടബാധ്യത 1.57 ലക്ഷം കോടിയായിരുന്നു. ഇപ്പോൾ അത് 3.43 ലക്ഷം കോടി രൂപയാണ് പിണറായി സർക്കാരിൻ്റെ കാലത്ത് കേരളത്തിൻ്റെ കടബാധ്യതയായി വർദ്ധിച്ചിരിക്കുന്നത്. ഇതെല്ലാം നിൽക്കവെയാണ് ഇനി മന്ത്രിമാർക്ക് കാറ് വരാൻ പോകുന്നു, മന്ത്രിമാർക്ക് പുതിയ കാറ് വരാൻ പോകുന്നു. ഇന്നലെ നമ്മൾ നമ്മുടെ ഒരു സംസാരത്തിൽ നമ്മൾ പറഞ്ഞായിരുന്നല്ലോ, മന്ത്രിമാർക്ക് ധനവകുപ്പിന് കാറ് വാങ്ങാനായിട്ട് 72 ലക്ഷവും EMS സ്മൃതി കൂടി ഈരത്തിന് 2 കോടിയും അനുവദിച്ചിട്ടുണ്ട്. അതായത് 82 ലക്ഷമായിരുന്നതാണ് 3 ഇരട്ടിയിലധികം വർദ്ധിപ്പിച്ച് അത്രയും കോടിയിലേക്ക് ഷംസീർ ഉയർത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനു മുമ്പും ഇതിനു ശേഷവും എന്ന് പറയുന്നത് പോലെ ഒന്നാം പിണറായി സർക്കാർ വന്നു, അവർ വലിയ ഇതൊന്നും ഉണ്ടായില്ല, അവർക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു ധാരണ അവർക്കുണ്ടായിരുന്നു. കിഫ്ബിയിലുണ്ടായിരുന്നു. അത് കിഫ്ബിയാണല്ലോ, അത് അവരുടെ വെള്ളാനിയാണ്, അവർ പലതും ചെയ്യും. കിഫ്ബിയിൽ 25,000 കോടി രൂപയാണ് കടമെടുത്തിരിക്കുന്നത്. കിഫ്ബിയുടെ അങ്ങനെയുണ്ട്. അങ്ങനെ ഓരോരോ പ്രോജക്ട് വൈസ് അങ്ങനെ നോക്കിയാലും പല സെഷനുകൾ നോക്കിയാലും കോടികൾ കുടിശ്ശികയുമുണ്ട്. ഈ ചേട്ടനൊന്ന് ആലോചിച്ചു, 42,209 കോടി രൂപ ഒരു സംസ്ഥാനത്തിന്റെ കടബാധ്യതയാണ്. നമ്മൾ കണ്ടു ശ്രീലങ്കയിൽ എന്താണ് നടന്നത്. ഇത്തരത്തിൽ പാപ്പരായിട്ടാണ് അവിടെ പ്രധാനമന്ത്രിയുടെ വീടിനടക്കം കയറിയ ആളുകൾ ബഹളം വയ്ക്കുകയും സാധനങ്ങൾ വലിച്ചു വാരിയിടുകയും പ്രക്ഷോഭം തന്നെ ഉണ്ടായിട്ടുള്ളത്. സത്യത്തിലെ ഈ ഒരു അവസ്ഥ മാറണമെങ്കിൽ ഞാൻ ചിന്തിക്കുന്നത് കേന്ദ്രഭരണം വരണം. അതായത് കേന്ദ്രഭരണ പ്രദേശമാക്കി കേരളത്തെ മാറ്റിയിട്ടുണ്ട്. പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല. കേന്ദ്രഭരണ പ്രദേശത്തിന് എന്തെല്ലാം ആനുകൂല്യങ്ങളുണ്ടാവും, എന്തെല്ലാം കിഴിവുകളുണ്ടാവും, GST-യിലടക്കം. അതൊന്നും നടക്കുന്നൊന്നുമല്ല. കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ നടക്കണമെങ്കിൽ വേറെയും വലിയ പ്രശ്നങ്ങൾ വേറെ ഉണ്ടാവും. അല്ല, അത് നടക്കില്ല എന്നുള്ളതല്ല ഞാൻ പറയുന്നത്. അങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് പോകണം. കാരണം ഇനിയിപ്പോ വരാൻ പോകുന്നതും ഈ കടങ്ങളെല്ലാം വരാൻ പോകുന്നത് അടുത്ത സർക്കാരിന്റെ ചുമലിലാണ്. അടുത്ത സർക്കാർ എന്ന് പറയുന്നത് മിക്കവാറും ഈ സർക്കാർ തന്നെ വരുമെന്നുള്ളതാണ് കേൾക്കുന്നത്. കാരണം കോൺഗ്രസിലെ തമ്മിലടി കാരണം ആളുകൾക്ക് കോൺഗ്രസിലേക്ക് പോകാൻ ഇപ്പോഴും കുത്താനായിട്ട്, ഈ ചൂണ്ടുവിരൽ അമർത്താനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസ് ഇപ്പോഴുള്ള ഈ ഭരണവിരുദ്ധ വികാരം എന്താ പറയാ ഏറ്റെടുത്ത് പ്രശ്നമാക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അതത്ര വേണ്ടത്ര വില പോകുന്നില്ല എന്നുകൂടി എനിക്ക് തോന്നാറുണ്ട്. നമ്മൾ വിഷയം മാറിപ്പോകാനല്ല ഞാൻ ഈ പറഞ്ഞത്. ഈ വഖഫ് ബില്ലിന്റെ ഇത് അവിടെ ലോക്സഭയിലും രാജ്യസഭയിലും വന്നപ്പോൾ കേരളത്തിൽ നിന്നുള്ള MP എന്ന രീതിയിൽ ഏറ്റവും പേരുള്ള ഒരാളാണ് പ്രിയങ്ക ഗാന്ധി. ഈ പ്രിയങ്ക ഗാന്ധി ലോക്സഭയിൽ ഇല്ലായിരുന്നല്ലോ. ഈ രാഹുൽ ഗാന്ധി ഒരക്ഷരം മിണ്ടിയില്ലല്ലോ. അപ്പോൾ ഇവർക്ക് ഈ പറയുന്ന പോലെ ന്യൂനപക്ഷ പ്രീണനം എന്ന് പറയുന്ന വോട്ട് കിട്ടാൻ വേണ്ടി ഇവർ രണ്ടുപേരും ജയിക്കുന്നത് മുസ്ലിം രാഷ്ട്രമായത് കൊണ്ടോ ആണ് എന്ന് ഏതോ ഒരു BJP നേതാവിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇപ്പൊ വന്നിട്ടുണ്ട്. എങ്ങനെയാണ് പറയാണ്ടിരിക്കുക? എന്തെങ്കിലും ഒരു കാര്യം പറയണ്ടേ? ഒന്നില്ലെങ്കിൽ ഒരു MP വരണോ? പാർലമെന്റിൽ വരണ്ടേ? ഈ പാർലമെന്റിൽ വരാതിരുന്നത് തന്നെ നിരുത്തരവാദപരമായിട്ടുള്ള കാര്യമല്ലേ? ഇത്രയും പ്രധാനപ്പെട്ട ഒരു ബില്ലിന്മേൽ ചർച്ച നടക്കുമ്പോൾ എന്തുകൊണ്ട് വയനാട് MP ആയിട്ടുള്ള പ്രിയങ്ക ഗാന്ധി വന്നില്ല? എന്തുകൊണ്ട് അവിടെ ഉണ്ടായിരുന്ന രാഹുൽ ഗാന്ധി ഒരു അക്ഷരം മിണ്ടിയില്ല? ഇവരുടെ ഇരട്ടത്താപ്പാണ്. ഇന്ന് രാവിലെ ഞാൻ സംസാരം കേൾക്കുമ്പോൾ വിഷയത്തിൽ നിന്ന് മാറിപ്പോകുന്നതല്ല,
ഒരു വീഡിയോ കാണുമ്പോൾ അതിൽ പറയുന്നത് ഇടത് വലത് മുന്നണികൾ മുനമ്പത്ത് വരും, ഇവിടെ വന്ന് പറഞ്ഞിട്ട് പോകും ഇപ്പൊ ശരിയാക്കി തരാം, ഇപ്പൊ പ്രശ്നം പരിഹരിച്ചു തരാം എന്ന് പറഞ്ഞു. അതിനുശേഷം ഇവർ പറയുന്നത് എന്താണ്, പോപ്പ് വന്നാൽ പോലും ഇവരുടെ പ്രശ്നം ഈ പ്രശ്നം തീരില്ല എന്നുള്ളതാണ്. ആ പ്രശ്നമല്ലേ ഇവിടെ പരിഹരിക്കപ്പെട്ടത് ഈ വഖഫ് ബില്ലിലൂടെ. നമ്മളിപ്പോ ഇവിടെ പറഞ്ഞു വന്നത് കോൺഗ്രസിന്റെ ഒരു അപജയത്തെ കുറിച്ചാണ്. അപ്പോഴാണ് നമ്മൾ വഖഫ് ബില്ലിലേക്ക് അതെ അപ്പൊ പറഞ്ഞു വരുന്നത് കോൺഗ്രസിന് പഴയകാല ഒരു പ്രതാപം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. BJPക്ക് സീറ്റ് പിടിക്കാനുള്ള ഒരു സാഹചര്യം നിലവിൽ ഇവിടെ ഉണ്ട്. അതിന് CPM-ന്റെ സപ്പോർട്ട് പോലും വേണമെന്നില്ല, അത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ പറഞ്ഞു വരുന്നത് ഇനി വരുന്നത് ഈ സർക്കാർ ആണെങ്കിൽ തന്നെയും വരുന്ന കാലഘട്ടം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടാകും. അല്ല, ഇപ്പോ കിഫ്ബിയുടെ കേസ് പല കാര്യങ്ങളിലും ചേട്ടൻ അറിയാമല്ലോ, ചുങ്കം അതായത് നികുതി അടക്കുന്നതിൽ ഉൾപ്പെടെ വൻ വർധനയാണോ പലതിലും നടത്തിയിട്ടുള്ളത്. അതൊന്നും ഇവരെ പോലുള്ള ഇവർക്ക് തീറ്റിപ്പോറ്റുന്ന വൻകിട ഉദ്യോഗസ്ഥർക്കൊന്നും പ്രശ്നമല്ല. അതെല്ലാം പ്രശ്നമാകുന്നത് ആർക്കാണ്? സാധാരണക്കാരനാണ്. ആ സാധാരണക്കാരന്റെ ഗതികേടൊന്ന് ആലോചിച്ചു നോക്കണം. ഇവർക്ക് തന്നെ വീണ്ടും കുത്തേണ്ടി വരുന്ന ഒരു ഗതികേടുണ്ട്. അത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇവിടുത്തെ പ്രതിപക്ഷം എന്ന് പറയുന്ന എന്താ പറയാ മിണ്ടാപൂച്ചയായിട്ടുള്ള ഒരു പക്ഷമാണ്. അല്ല പ്രീത, ഇതിനകത്തെ ഞാൻ ഈ പ്രിയങ്ക ഗാന്ധിയുടെ കാര്യം പറയാമെന്ന് വെച്ചാൽ ഇപ്പോൾ അടുത്തൊരു നിയമസഭാ ഇലക്ഷൻ വരികയാണെങ്കിൽ ഇവർക്കൊരു മുഖമായി ഇവിടെ സ്ത്രീകളുടെ വോട്ട് കിട്ടാൻ കൊണ്ടു നിർത്തേണ്ട ഒരു മുഖമായിരുന്നു പ്രിയങ്ക ഗാന്ധിയുടെ. പ്രിയങ്ക ഗാന്ധിയെ കൊണ്ട് നിർത്തിയാൽ ആ ഒരു പ്രസൻസിൽ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജി ഉണ്ട്, സ്ഥാനാർത്ഥിക്കായാലും മണ്ഡലത്തിലായാലും. ഇനിയിപ്പോൾ ഇവർ എങ്ങനെ ഈ വഖഫ് ബില്ലിന്റെ ഈ കാര്യത്തിൽ ഇത് BJPയും CPM അതൊരു ആയുധമാക്കൂല എന്ന് ആര് കണ്ടു? കാര്യം BJPക്ക് ഒരു ആയുധമാണ്, CPM അതിനെ എങ്ങനെ പ്രതിരോധിക്കുമെന്ന് മാത്രം നോക്കി കണ്ടാൽ പ്രിയങ്ക ഗാന്ധിയെ എങ്ങനെ ഇനിയിപ്പോ പ്രശ്നം വരും. ചേട്ടൻ ഈ പറഞ്ഞതുപോലെ വഖഫിന്റെ ബില്ല് പാസ്സാക്കിയെങ്കിൽ ഇനി അത് ചില പ്രൊസീജിയർ കൂടിയുള്ളൂ, അതെ ഒപ്പിടാൻ മാത്രമേ ഉള്ളൂ. അത് ഇവിടെ നടപ്പാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ശ്രമിച്ചില്ലെങ്കിൽ BJP വൻ പ്രക്ഷോഭത്തിലേക്ക് തന്നെ പോകും. അല്ല, സംസ്ഥാന സർക്കാരിന് നടപ്പാക്കേണ്ടി വരും. എങ്ങനെ ഇവിടെ അങ്ങനെയല്ലല്ലോ. ചേട്ടന് കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന പ്രായം 6 വയസ്സിലേക്ക് കേന്ദ്രമാക്കി. അന്നേരം ഇവിടെ പറഞ്ഞു ഇവിടെ അതൊന്നും പറ്റില്ല, നടക്കില്ല എന്നൊക്കെ പറഞ്ഞു വലിയ വാചകം. കഴിഞ്ഞ ദിവസം വാർത്ത വന്നിരിക്കുന്നു 6 വയസ്സിലെ ചേർക്കാൻ പറ്റും. ചേട്ടാ, കേന്ദ്രം ഒരു സംഭവം പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ ചെയ്യേണ്ടി വരും. അത് ഒരുപക്ഷെ ഇവരുടെ ഗതികേടെന്ന് പറഞ്ഞാലും തരക്കേടില്ല. അതിപ്പോ BJP അല്ല, ഇനിയിപ്പോ നടക്കാത്ത കാര്യമാണ്. CPM ആണ് അവിടെ ഇരിക്കെങ്കിലും അവിടെ അവർ അത് ചെയ്ത് പാസ്സാക്കിയിട്ടുണ്ടെങ്കിൽ മറ്റ് എല്ലാ സംസ്ഥാനങ്ങളും അത് നടപ്പാക്കിയേ പറ്റുള്ളൂ. ബാധ്യതയല്ലേ. അങ്ങനെ പലതരം കാര്യങ്ങളും ഉണ്ട്. അപ്പോ ഈ കടബാധ്യതയിലേക്ക് വരുമ്പോൾ ചേട്ടൻ പറഞ്ഞത് നമ്മുടെ ആശാവർക്കർമാര് അവിടെ എത്ര ദിവസമായ ഒരു സമരം കിടക്കുന്നു, അവരുടെ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല. അതെ, അതിനു വേണ്ടിയിട്ട് കാശിറക്കുക. അതായത് ആദ്യം തന്നെ ഇവർക്ക് മന്ത്രിമാരുടെ കാറുകൾ വാങ്ങുന്നതിന് 100 കോടിയാണ് മാറ്റിവെച്ചത്. അതിന് പിന്നാലെയാണ് ഈ വാർത്ത വരുന്നത് 72 ലക്ഷം രൂപ ധനവകുപ്പിന് മാത്രം വാഹന സൗകര്യം ഒരുക്കുന്നതിന് മാറ്റിവെച്ചു എന്നുള്ളത്. ഒന്ന് ആലോചിച്ചു നോക്കൂ. കേന്ദ്ര മന്ത്രി നിർമ്മല സീതാരാമൻ വന്നത് ഏത് കാറിലായിരുന്നു? കണ്ടുപഠിക്കേണ്ടതല്ലേ. മുഖ്യമന്ത്രിക്ക് ഇനി അവശേഷിക്കുന്ന 10 മാസം ഇനി ഏത് കാറിൽ പോകണമെന്നാ പറയുന്നത്? അല്ല, മുഖ്യമന്ത്രിയില്ലല്ലോ, ധനവകുപ്പിലല്ലേ. ബാലഗോപാൽ ഏത് കാറിൽ പോകുമെന്ന് ചോദിക്കുന്നതായിരിക്കും ഉചിതം എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാവർക്കും കൊടുക്കേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് എത്ര എസ്കോർട്ട് കൂട്ടണം എന്നുള്ളത് മാത്രം നോക്കിയാൽ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന് ഒരു പ്രതീതി വേണമല്ലോ. ഊരിപ്പിടിച്ച ആളുകൾക്കിടയിലൂടെ ഞാനിങ്ങനെ രജനീകാന്ത് സ്റ്റൈലിൽ വരുന്നു എന്നുള്ളത്. സ്റ്റൈലുകളൊക്കെ ഏതാണ്ട് പെട്ടിയിലാവാറായിട്ടുള്ള രീതിയിൽ എത്തിയിട്ടുണ്ട്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ വളരെ ആണത്തോടെ കേന്ദ്രം ഇനി നീങ്ങിക്കഴിഞ്ഞാൽ ഈ പറയുന്ന മകളുടെ കേസ് അങ്ങനെ ഇങ്ങനെ പോകാനുള്ള സാധ്യതയൊന്നുമില്ല. ഇപ്പൊ നമ്മൾ പറഞ്ഞു വന്ന പോലെ നമുക്ക് ഈ വിഷയത്തിലേക്ക് കണക്കിലേക്ക് വരുമ്പോൾ കിഫ്ബി ഏറ്റെടുത്ത പ്രവൃത്തികളിലെ എല്ലാം കൂടി തന്നെ 55,000 കോടി രൂപകളും ഇനിയും കടമെടുക്കേണ്ടി വരും തുടങ്ങി വെച്ചത്. പിന്നെ പെൻഷൻ കൊടുക്കാനുള്ളതിന് 18,000, അതായത് ക്ഷേമ പെൻഷൻ കമ്പനി കടമെടുത്തിരിക്കുന്നത് 18,000 കോടിയാണ്. ചേട്ടാ, ഈ കോടി എടുത്തിരിക്കുന്നതിന്റെ ഭൂരിഭാഗവും ക്ലിഫ് ഹൗസ് നവീകരണം ഉൾപ്പെടെയുള്ള ഇവരുടെ ക്ഷേമ പദ്ധതികൾക്കാണ്. അതായത് ഈ ഭരണകൂടത്തിന്റെ ക്ഷേമ പദ്ധതികൾക്കും എന്താ പറയുക ആർഭാടത്തിനും വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളതാണ്.
ഏത് പദ്ധതിയാണ് ഇവിടെ സമയബന്ധിതമായി പൂർത്തിയാക്കി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്? ഇവർ ഏത് പദ്ധതിയാണ് ചെയ്തു വെച്ചിട്ടുള്ളത്? അങ്ങനെ ഒരു പദ്ധതി ഇവർ ചെയ്തിട്ടില്ലല്ലോ. അതെ, ഏതായാലും പിണറായി സർക്കാർ 2026 കാലാവധി പൂർത്തിയാക്കുമ്പോൾ ബഡ്ജറ്റിന് പുറമെയുള്ള കടബാധ്യതയുടെ കണക്കിലെടുക്കുമ്പോൾ കേരളത്തിന്റെ ആകെ കടബാധ്യത 6 ലക്ഷം കോടി രൂപയാണ്. ഇതിന്റെ എല്ലാം അവസാന തുകയായിട്ട് വരാൻ പോകുന്നത് ഞാൻ പറഞ്ഞ ഒരു കാര്യമായിരിക്കുന്ന എനിക്ക് തോന്നുന്നത്. അതായത് ഇനി വരുന്ന സർക്കാർ ഇവർ തന്നെയാണെങ്കിൽ വലിയ രീതിയിൽ നികുതി എല്ലാ കാര്യങ്ങളിലും ചുമത്തപ്പെടും. ഇവർക്ക് ഇതെല്ലാം വലിച്ചെടുക്കണ്ടേ? മാത്രമല്ല കേന്ദ്രവുമായിട്ട് നല്ല അടിയുണ്ടാവും. ഇപ്പൊ തന്നെ കേന്ദ്രം കൊടുക്കുന്നില്ല എന്നാ പറയണത്. കേന്ദ്രത്തിന് കൃത്യമായ കണക്ക് കൊടുക്കാൻ ഇവിടെ നിന്ന് കഴിയുന്നില്ല. എന്തുകൊണ്ടാണ്? ഇതെല്ലാം കള്ളക്കണക്കാ. അല്ല, ഈ ആശാവർക്കർമാരുടെ കാര്യത്തിലൊക്കെ കണക്ക് നേരെ NRHM കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇപ്പൊ ഈ പറഞ്ഞു കേൾക്കുന്നത് വെച്ചാൽ ജനങ്ങൾക്ക് കിട്ടേണ്ട ആനുകൂല്യങ്ങൾ പരമാവധി തടഞ്ഞ് അവരുടെ കയ്യിൽ നിന്നും പരമാവധി ഊറ്റിയെടുക്കുന്ന ധനകാര്യ മാനേജ്മെന്റാണ് KN ബാലഗോപാൽ പയറ്റുന്നത്. അതായത് ധൂർത്തും അഴിമതിയും നികുതി പിരിവിലെ കെടുകാര്യസ്ഥതയുമാണ് കടബാധ്യത ഇത്രയും ഉയരുന്നതിന്റെ പ്രധാന കാരണം. കടബാധ്യത അടുത്ത സർക്കാരിന്റെ ചുമലിലേക്ക് പരമാവധി കെട്ടിവെക്കുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ അടുത്ത സർക്കാർ എന്ന് പറയാനില്ലെന്ന്. അടുത്ത സർക്കാർ മിക്കവാറും ഇവിടുത്തെ പ്രബുദ്ധരായ ജനങ്ങൾക്ക് വേറെ വഴിയില്ല. കോൺഗ്രസിനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് വന്നാൽ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് ചേട്ടൻ ചിന്തിക്കുന്നത്? എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ നമുക്ക് ഈ പറയുന്ന ജനങ്ങൾക്ക് ഇത്രയും ബാധ്യത ഉണ്ടാകുമ്പോഴും ഇവർക്ക് വളരെ ഇഷ്ടപ്പെട്ട പിന്നെ ഊരാളുങ്കൽ പോലെയുള്ള ഇവരുടെ ചില കമ്മീഷൻ ഏജന്റുമാർക്ക് വേണ്ടതിലധികം കാശ് ഇവർ ആൾറെഡി ഇതൊക്കെ പല വഴി അതിലേക്ക് പോകുമ്പോ അത് പിൻവഴിയിലൂടെ എത്തുന്നത് ഈ നേതാക്കളുടെ തീർച്ചയായിട്ടും അതാ ഞാനും പറയാൻ വന്നത്. അതായത് ഇത് കറങ്ങി തിരിഞ്ഞു വരുന്നത് ഇവർക്കൊക്കെ തന്നെയാണ്. ഏതായാലും ഇനി അടുത്ത കിഫ്ബി തുടങ്ങി വെച്ച കിഫ്ബിയുടെ കാശിൽ തുടങ്ങിയ റോഡിന്റെ അടുത്ത ടോൾ പിരിവ് അടുത്ത ഇവിടെ ആരംഭിക്കാൻ പോവുകയാണ്. അതായത് അവർ ഈ ചെയ്ത അവരുടെ കയ്യിലെ പിഴവിന് നമ്മുടെ കയ്യിൽ നിന്ന് നമ്മളെ കൊണ്ട് ഈ ടോൾ പിരിച്ച് അടുത്ത കാശ് കൊടുപ്പിക്കാനുള്ള പദ്ധതി എന്തൊക്കെയാണ് ഇവർ ആലോചിക്കുന്നത്? അതൊന്നും പറയുന്ന പ്രീത അല്പം മുമ്പ് സംസാരിച്ചതുപോലെ ഈ ഇത്രയും കെടുകാര്യസ്ഥതയുള്ള ഒരു കോൺഗ്രസ് എന്ന പ്രതിപക്ഷം ഇവിടെ ഉള്ളപ്പോഴത്തേക്ക് എത്രത്തോളം അതിനെ പ്രിവെന്റ് ചെയ്യും എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കാണേണ്ടി വരും.